ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്ര പറയുകയാണ്, അമ്മ ഇവിടെ വന്നു കഴിയുന്ന നേരത്തെ അമ്മയോട് ഒരു സത്യങ്ങളും പറയാനായിട്ട് നിൽക്കരുത്. ഈ കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി അതൊന്നും പറയാൻ നിൽക്കരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകും, പിന്നീട് എന്നെ കാണാൻ പോലും നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര പോവുക. അപ്പോൾ ചന്ദ്രയുടെ ആ ഒരു തീരുമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് രവിക്കൊക്കെ ഭയങ്കര സങ്കടം തോന്നുകയാണ്. അപ്പോൾ രവി പറയണം, അവിടെ എന്തെങ്കിലും കാണിക്കട്ടെ, നമുക്ക് കണ്ണടച്ചിരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് രവിയും പോവുകയാണ്. അപ്പോൾ സച്ചിക്കും രേവതിക്കും വളരെയേറെ സങ്കടം തോന്നുകയാണ്. എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ കിടന്ന് പെരുമാറുന്നെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചന്ദ്ര. അപ്പം ചന്ദ്രയാണെങ്കിൽ നേരെ മഹിമയെ ഫോൺ വിളിക്കുക. മഹിമയെ ഫോൺ വിളിച്ചിട്ട് എന്താ ചന്ദ്രയെ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, എന്തെങ്കിലും വിശേഷമുണ്ടോ അവിടെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവിടെ? അയ്യോ, ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഞാൻ മഹിമയെ വിളിച്ചതേ ഒരു സന്തോഷ വാർത്ത പറയാനാണ്. സന്തോഷ വാർത്തയോ? എന്ത് സന്തോഷ വാർത്ത? അതെ, മഹിമ ഒരു അമ്മുമ്മയാകാൻ പോവുകയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മുമ്മയാകാനോ? എന്തമ്മുമ്മയാകാനായിട്ട്? നിങ്ങൾ തെളിച്ച് പറയൂ ചന്ദ്രേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതെ, വർഷ ഗർഭിണിയാണെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മഹിമ ഭയങ്കര സന്തോഷത്തിൽ രണ്ട് കണ്ണും തള്ളി ഇങ്ങനെ പിടിച്ചിരിക്കുക. അപ്പോൾ ചന്ദ്ര പറയാണ്, അതെ, നിങ്ങളുടെ മകള് ഗർഭിണി തന്നെയാണെന്നും പറയാണ്. ഗർഭിണിയാണോ? ദൈവമേ, ഇതിൽ പരം സന്തോഷം എനിക്ക് എന്ത് കിട്ടാനുണ്ട്? സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ അത്യുഗ്രൻ സന്തോഷ വാർത്ത തന്നെയാണിത്. പക്ഷേ ഇവിടെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. പക്ഷേ വർഷയുടെ മുഖത്ത് മാത്രം ഒരു സന്തോഷം കാണാനില്ല. അതെന്താ വർഷയുടെ മുഖത്ത് മാത്രം സന്തോഷമില്ലാത്തത്? അതെന്താണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ വർഷയുടെ മുഖത്ത് ഒരു സന്തോഷമില്ല. മോന്തയെ വീർപ്പിച്ച് കെട്ടി ഇങ്ങനെ നിൽപ്പാണ് എന്ന് പറയാം. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവമാണല്ലോ നടന്നത്. അതുകൊണ്ടായിരിക്കും അവളത് അംഗീകരിക്കാനായിട്ട് പറ്റാത്തത്. ഏതായാലും ഞാനേ മധുവേട്ടനോട് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞേക്കട്ടെ. നാളെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് വരുന്നുണ്ട്. ശരി, ആയിക്കോട്ടെ മഹിമേ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ്. മധുവേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് മഹിമ ഓടുകയാണ്. അപ്പോൾ ഈ സമയം തന്നെ നമ്മൾ ശ്രീകാന്തിനെ കാണിക്കുക. അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ വരാന്തയിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്ത് സച്ചിയും രേവതിയും കൂടി അങ്ങോട്ട് വരിക. അപ്പോൾ ശ്രീകാന്തിൻ്റെ ആ ഇരിപ്പുണ്ടെപ്പോഴേക്കും, എന്താടാ നിനക്ക് എന്താ പറ്റിയത്? പക്ഷേ ശ്രീകാന്ത് ഒന്നും മിണ്ടുന്നില്ല. ശ്രീകാന്ത് അവിടെ എണീറ്റിട്ട് മാറി അങ്ങോട്ട് മോതയും പിറപ്പിച്ച് നിൽക്കുകയാണ്. എടാ, എന്താ പറ്റിയെന്ന്? നിൻ്റെ മുഖത്ത് ഭയങ്കര സങ്കടം ഉണ്ടല്ലോ, നിനക്ക് എന്താ പറ്റിയത്? എന്താണെന്ന് വെച്ചാൽ പറഞ്ഞൂടെ? അതെ, ഞാനൊരു കാര്യം പറയട്ടെ രേവതി എടുത്തേ. അതെ, വർഷക്ക് ഈ കുഞ്ഞിനോട് ഒരു താല്പര്യമില്ല. കുഞ്ഞിനോടൊരു താല്പര്യമില്ല? നീ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്? അതെ, നമ്മൾക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയൊന്നുമല്ല എല്ലാം മറച്ചു വെച്ചത്. പിന്നെ അവളുടെ പ്ലാൻ ആ കുഞ്ഞിനെ കൊല്ലാനായിരുന്നു. എൻ്റെ ദൈവമേ, എന്തൊക്കെ വർത്തമാനങ്ങളാണ് പറയുന്നത് ശ്രീകാന്തേ? കുഞ്ഞിനെ കൊല്ലാനോ? കുഞ്ഞിനെ കൊല്ലാൻ തന്നെയായിരുന്നു. അതുകൊണ്ടാ പപ്പായ ജ്യൂസ് കുടിച്ചതും അതേപോലെ തന്നെ ഡാൻസ് പാതിരാത്രി എണീറ്റ് ഡാൻസ് കളിച്ചതും ഒക്കെ ചെയ്തത് ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയായിരുന്നു. എൻ്റെ ദൈവമേ, ഇത് എന്തെല്ലാം കേൾക്കുന്നത്? ഈ വർഷയ്ക്ക് എന്താ പറ്റിയത്? അവൾക്ക് നല്ല ഭ്രാന്താണോ എന്ന് ചോദിക്കുക. അവൾ പറയാ, അവൾക്ക് പ്രസവിക്കാനായിട്ട് പറ്റില്ല, വേദന അനുഭവിക്കാനായിട്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരോ കാരണങ്ങളും പറയാനായിട്ടെത്തി. എനിക്കിതൊന്നും സഹിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ അവളെ ഒരുപാട് ഉപദേശിച്ചു. എന്നിട്ട് അവൾ എന്ത് പറഞ്ഞു? അവളെ ഉപദേശിച്ചിട്ട് അവൾ എന്തെങ്കിലും സ്വീകരിച്ചോ? എവിടെ സ്വീകരിക്കാൻ? അവളുടെ മനസ്സൊന്നും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നു ഏട്ടത്തി എന്ന് പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, നീ പേടിക്കേണ്ട മോനെ. ഇനി അവൾക്കൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. അവളുടെ കൂടെ തന്നെ ഞാൻ എപ്പോഴും ഉണ്ടാകും. അപ്പോൾ പിന്നെ അവൾ എങ്ങനെ ആ കുഞ്ഞിനെ ഇല്ലാതാകും? ഒരിക്കലും അത് സംഭവിക്കാൻ പോകുന്നില്ല. അവളുടെ ഏട്ടവും വലവും നിർത്താതെ ഞാൻ അവളുടെ കൂടെ തന്നെ ഉണ്ടാകും. അവൾക്ക് ഒന്ന് അനങ്ങാൻ പോലും സാധിക്കില്ല. എന്താ അതുപോലെ? കുഞ്ഞിനെ ഞങ്ങൾ സംരക്ഷിച്ചെടുക്കോടാ, നീ പേടിക്കണ്ട. അവളെ പേടിയെല്ലാം ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ശ്രീകാന്തിന് ചിരിയൊക്കെ വരികയാണ്. കണ്ടോ, ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് സച്ചിയേട്ടാ അവൻ ചിരിക്കുന്നത് കണ്ടില്ലേ? ഞാനിപ്പോൾ സന്തോഷമായി. അതേ ഏട്ടത്തി. അപ്പോൾ ഈ സമയം തന്നെ സുധിയാണെങ്കിൽ ഒളിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സുധിയാണെങ്കിൽ ശുശു എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. അപ്പോൾ സുധിയുടെ വിളി കണ്ടു കഴിഞ്ഞപ്പോഴേക്കേ, ഇതാരത്, ഇങ്ങോട്ട് വന്നേ എന്ന് പറയുക. അപ്പോൾ ശ്രീകാന്തും സച്ചിയും കൂടി അന്നേരം അങ്ങോട്ട് ചെല്ലുകയാണ്. എന്താടാ എന്നിങ്ങനെ ചോദിക്കുകയാണ് സച്ചി. അതെ, നമുക്ക് പോയാലോ? പോകാനോ? എവിടെ പോകാനായിട്ട്? അതല്ല, ഏതായാലും എടാ ശ്രീകാന്ത്, നീയാൾ പണി പറ്റിച്ചു കളഞ്ഞല്ലോടാ. നീ ഏട്ടന്മാരെയൊക്കെ ഓവർടേക്ക് ചെയ്തിട്ടോ. നിന്റെ ഭാര്യ ഏതായാലും പ്രഗ്നൻ്റ് ആണല്ലോ. നീ ഒരു അച്ഛനാകാനായിട്ട് പോകുന്നു. ആ ഒരു സന്തോഷത്തിലേ നമുക്കൊന്ന് കൂടാം. എൻ്റെ കയ്യിൽ ബിയർ കുപ്പിയുണ്ട്. നമുക്കേ മേളിൽ പോയൊന്ന് കൂടിയാലോ എന്ന് പറയാം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് ശ്രീകാന്ത് പറയണം, അയ്യോ വേണ്ട, ഞങ്ങളൊരു കൂടാനും ഇല്ല. പിന്നെ സുധിയേട്ടൻ കൂടിയിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും സ്വഭാവം മാറാനല്ലേ? അപ്പം സച്ചി, നീ പറഞ്ഞ സത്യമാണ് ശ്രീകാന്തേ. ഇവൻ്റെ സ്വഭാവം
പെട്ടെന്ന് തന്നെ മാറും. എന്നിട്ട് കുടിച്ച് ഒരു 2 പെഗ് അടിച്ച് കഴിയുമ്പോഴത്തേക്ക് അവൻ പറയും, അയ്യോ എൻ്റെ ഭാര്യ എന്നെ ചതിച്ചേ, അവളെന്നെ ഇട്ടിട്ട് പോയേ, എന്നെ ചതിച്ചിട്ട് അവൾ കടന്നു കളഞ്ഞേ. പിന്നീട് ബിയറിൻ്റെ പൈസയും നീ എന്നോട് ചോദിക്കും. അതിനു വേണ്ടിയല്ലേടാ കൂട്ടിക്കൊണ്ടു പോകുന്നു? അയ്യോ ഇല്ലടാ സച്ചി, അങ്ങനെ ഞാൻ ചോദിക്കേയില്ല. ഞാൻ ഇനി ഒരക്ഷരം പോലും മിണ്ടില്ല. നമുക്ക് 3 പേർക്കും കൂടി അവിടെ നിന്ന് കൂടാന്നേ. വേണ്ട വേണ്ട, നിന്റെ നിന്റെ കയ്യിലിരിപ്പ് മനസ്സിലിരുന്നാൽ മതി. അല്ലാതെ ഞങ്ങളോട് കിടന്ന് ഇതാകാൻ നിൽക്കണ്ടേ. ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾ വരൂല്ല. അപ്പം നിങ്ങൾ വരില്ലേ? എടാ സത്യോട്ടും പറയില്ലടാ. എടാ ഒരു പ്രശ്നം ഉണ്ടാക്കൂലടാ ഞാൻ. എടാ വാടാ, ഒന്ന് പോയി കൂടാടാ. വേണ്ട വേണ്ട, ഒന്നും പോയി കൂടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നിങ്ങൾ വരില്ലല്ലേ? ഇല്ല, വരുവില്ലെന്ന് പറഞ്ഞാൽ വരൂല. എങ്കിലേ ഞാൻ ഒറ്റക്ക് പോയി അടിച്ചോളാം. ഞാൻ ഏതായാലും ബിയർ മേടിച്ചു പോയില്ലേ. പക്ഷേ ഞാൻ നിങ്ങൾക്കും കൂടി ബിയർ മേടിച്ചിട്ടുണ്ട്. ആ ബിയറിൻ്റെ പൈസ തരണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിയാണെങ്കിൽ ഇവനെ ഞാൻ ഒറ്റ ചവിട്ടിയാലുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കാലിങ്ങനെ മടക്കണം. അയ്യോ വേണ്ടായേ, എനിക്ക് പൈസയും വേണ്ട, ഒന്നും വേണ്ട. പക്ഷേ പൈസ ഞാൻ പിന്നീട് മേടിച്ചോളാം. നീയൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ, എനിക്കറിയാം മേടിക്കാനായിട്ട്. പൈസ ഞാൻ അന്നേരം മേടിച്ചോളാം. ആഹാ അമ്പട ഗേമ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് പോവുകയാണ്. ഈ സുധി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ രേവതി വന്നിട്ട് ഇതെന്തൊരു നിങ്ങളെ ചേട്ടനെ എന്ത് ചേട്ടനാ, ഇതെന്തൊരു മനുഷ്യനാണ്, ഒരു നാണോ മാനോ ഇല്ലാതെ വന്ന് ചോദിക്കൽ കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയും എടാ ശ്രീകാന്തേ, നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ചെല്ല് റൂമിലേക്ക് ചെല്ല്, വർഷയുടെ ഒറ്റയ്ക്കല്ലേ, ഓടി ചെല്ല് എന്ന് പറഞ്ഞേ. അങ്ങനെ ശ്രീകാന്ത് നേരെ റൂമിലേക്ക് കയറി ചെല്ലുക. അപ്പോൾ വർഷയാണെങ്കിൽ ആകെ അരിശം നിൽക്കുന്നൊരവസ്ഥ, അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് വന്ന് നമ്മുടെ വർഷയുടെ അടുത്ത് സന്തോഷത്തോടെ സംസാരിക്കുകയാണ്. വർഷേ നമ്മളിപ്പോൾ എന്തോരം സന്തോഷിക്കേണ്ട ദിവസം എന്നറിയാവോ? വർഷേ, നിനക്കിപ്പോഴും ദേഷ്യം മാറിയില്ലേ? നീ എന്തിനാ മോഹം പിടിപ്പിച്ച് നിൽക്കുന്നത്? ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്ന സാധാരണ കാര്യമല്ലേ വർഷേ. നീ ഇങ്ങനെ പേടിച്ചാൽ കൊള്ളാവോ? നീ ഇങ്ങനെ പേടിക്കാതിരിക്കുക. നമ്മുടെ കുഞ്ഞല്ലേ വർഷേ, അതിന് നശിപ്പിക്കാനായിട്ട് നോക്കരുത് വർഷേ. പാവമല്ലേ അത്. അവൻ ഈ കുടുംബത്തിലേക്ക് വരുമ്പോഴേ എത്രമാത്രം സന്തോഷമായിരിക്കും എന്നറിയാവോ? അവൻ ഈ കുടുംബത്തിലേക്ക് വരുമ്പോൾ എവിടെ തൊട്ടിൽ കെട്ടും? ഇവിടെ തൊട്ടിൽ കെട്ടാലേ, അല്ലെങ്കിൽ വേണ്ട, നമ്മുടെ കൂടെ തന്നെ അവൻ കിടക്കട്ടേന്നേ. അതിൽ പല സന്തോഷമൊന്നും നമുക്ക് കിട്ടാനില്ലല്ലോ. അവനിങ്ങനെ ഇഴഞ്ഞു നടക്കുന്നതും അവനിങ്ങനെ ഓടിച്ചാടി നടക്കുന്നതും അവൻ ചിരിക്കുന്നതും ഒക്കേതായ കാര്യങ്ങളൊക്കെ നീ ആലോചിക്ക്. ഈ പ്രസവിക്കും എന്നുള്ളൊരു ചിന്തയെ വിട്. എന്നിട്ട് കുഞ്ഞിൻ്റെ മുഖം മാത്രം ആലോചിച്ച് അവനിങ്ങോട്ട് വരുമ്പോൾ അവൻ എന്തെല്ലാം സമ്മാനങ്ങൾ കൊടുക്കണം, അവൻ്റെ ചിരി എങ്ങനെയായിരിക്കും, അവൻ്റെ രീതികൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഒന്ന് ആലോചിക്കേ. അപ്പം നിൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നും. പിന്നീട് പ്രസവിക്കുന്ന കാര്യത്തെക്കുറിച്ച് നീ മറന്നു പോകും വർഷേ. അപ്പോൾ നിനക്ക് ആ ഒരു ടെൻഷൻ പോലും ഉണ്ടാവില്ല. നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ വർഷേ എന്ന് പറയുക. വർഷയ്ക്ക് ഇതൊക്കെ കേട്ടിട്ട് വല്ലാത്തൊരു ഇറിറ്റേഷൻ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വർഷയ്ക്കാണെങ്കിൽ ആകെ അരിശവും വരുന്നുണ്ട്. അങ്ങനെ വർഷയാണെങ്കിൽ അങ്ങോട്ട് കയറി കിടക്കുകയും ചെയ്യണം. കയറി കിടന്നു കഴിഞ്ഞപ്പോഴേക്കും വർഷേ, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? ദയവ് ചെയ്ത് നീ കുഞ്ഞിനെ ഇല്ലാതെ ആക്കരുത് വർഷേ. നീ ഒന്ന് പറഞ്ഞ് കേൾക്ക്. ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ എനിക്കത് സങ്കടവും. നമ്മൾ ആഗ്രഹിച്ചൊരു കുഞ്ഞല്ലേ, കുഞ്ഞിനെ നശിപ്പിക്കരുത് വർഷേ. അപ്പോൾ വർഷം അവിടെ നിന്ന് ചാടി എണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഞാനിപ്പോൾ ഇത് പറഞ്ഞേ ഉള്ളൂ. അതിനു മുമ്പ് നീ ഇങ്ങനെ കാണിച്ച് ശരിയാവും. എന്നോട് ഞാൻ പറഞ്ഞല്ലേ സൂക്ഷിക്കണമെന്ന്, പതുക്കെ നടക്കണമെന്നൊക്കെ പറഞ്ഞല്ലേ. പിന്നെ നീ എന്താ വർഷം നീ കാണിച്ചു കൂട്ടുന്നത്? എൻ്റെ കയ്യിലടിച്ച് സത്യം ചെയ്യ്, നീ കുഞ്ഞിനെ നശിപ്പിക്കില്ല എന്ന് എന്നോട് സത്യം പറ വർഷേ. പക്ഷെ വർഷം സത്യമൊന്നും കൊടുക്കുന്നില്ല. വർഷയുടെ കൈ പിടിച്ചിട്ട് നമ്മുടെ ശ്രീകാന്ത് തൻ്റെ കൈക്കിട്ട് അടിക്കുന്ന പോലെ ഇങ്ങനെ കാണിച്ചെങ്കിലും വർഷ തൻ്റെ കൈ ഇങ്ങനെ പറിച്ച് മാറ്റുകയാണ്. അപ്പോൾ ഇത് സത്യം കൊടുക്കില്ലെന്ന്. അപ്പോൾ നമ്മുടെ ശ്രീകാന്തിന് ഭയങ്കര സങ്കടം തോന്നി. ശേഷം എന്തൊരു കഷ്ടമാണിത്. അപ്പോൾ നീ ഇതൊന്നും ചെയ്യില്ലല്ലേ വർഷേ? എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി തന്നെയാണോ വർഷേ? നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ. ദൈവം തന്ന കുഞ്ഞാണ്. നീ ഇങ്ങനെ മനസാക്ഷിയില്ലാതെ പെരുമാറരുത്. അതിൻ്റെ ചിരി കാണാൻ വേണ്ടി നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നില്ല വർഷേ. നിനക്ക് എന്താ അതൊന്നും മനസ്സിലേക്ക് കടന്നുകൂടി വരാത്തത്? നാളെ അച്ഛമ്മയും നിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ വരും. അവരൊക്കെ സന്തോഷത്തോടു കൂടി തന്നെയായിരിക്കും വരുന്നത്. ആ സമയത്ത് എല്ലാവർക്കും ദുഃഖം ഉണ്ടാവുന്ന രീതിയിൽ നീ കിടന്ന് പെരുമാറരുത് വർഷേ എന്നിങ്ങനെ വർഷയോട് പറയുക. ഇതേ സമയം തന്നെ സച്ചിയെയും രേവതിയെയും കാണിക്കുക. അപ്പോൾ രേവതിയാണെങ്കിൽ ഭയങ്കര കരച്ചില്ല, ഇങ്ങനെ കുത്തിരിക്കുക. അപ്പോൾ സച്ചി ഒന്ന് ചോദിക്കുകയാണ്, എന്താ രേവതി, നീ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും സച്ചിയേട്ടാ, ദൈവത്തോട് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചായിരുന്നു, കുറേ വഴിപാടുകളെല്ലാം കഴിച്ചായിരുന്നു, എന്നിട്ട് നമുക്കൊരു കുഞ്ഞിനെ തന്നില്ലല്ലോ സച്ചിയേട്ടാ. ഒരുപാട് പ്രാർത്ഥിച്ചായിരുന്നു. എന്താ രേവതി, നീ ദൈവത്തിൻ്റെ മകളാണെന്നല്ലേ പറയുന്നത്? എന്നിട്ട് എന്താ നിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ലേ? എനിക്കറിയില്ല സച്ചിയേട്ടാ, ചിലപ്പോൾ ദൈവം മനഃപൂർവ്വം ആണെങ്കിലോ.
കാരണം നമുക്കൊരു കുഞ്ഞിനെ തരാത്തത് ഇപ്പോൾ ഏതായാലും ഒരു കുഞ്ഞിനെ വേണ്ട, നിങ്ങൾ അതിലൊരു റൂം കെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും നമുക്കൊരു കുഞ്ഞിനെ തരാത്തത്. അല്ലെങ്കിൽ നമ്മളുടെ ഇടയിൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മളെ കുഞ്ഞിനെ എവിടെ കെടുത്തും? നമുക്ക് തൊട്ടിൽ കെട്ടാനുള്ളൊരു സ്ഥലമുണ്ടോ? ഈ ഹാളിൽ തണുപ്പൊടിച്ച് നമ്മുടെ ഒപ്പം കിടക്കേണ്ടി വരൂലേ ആ കുഞ്ഞ്? അപ്പോൾ ദൈവം ചിന്തിച്ചിട്ടുണ്ടാവും, രേവതിയും സച്ചിയും ഒരു റൂം കെട്ടട്ടെ, അതിനുശേഷം അവർക്കൊരു കുഞ്ഞിനെ കൊടുക്കാമെന്ന് ദൈവം വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കുമല്ലോ സച്ചിയേട്ടാ എൻ്റെ രേവതി, നിന്റെ സങ്കടങ്ങളെല്ലാം മറക്കാൻ വേണ്ടി നീ ഓരോരോ കാരണങ്ങൾ ഒപ്പിക്കുകയാണോ രേവതി എന്ന് പറയാണ്. അതേ സച്ചിയേട്ടാ, എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്, എനിക്കൊരു കുഞ്ഞിനെ ലാളിക്കണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് സച്ചിയേട്ടാ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നിനക്കൊരു കുഞ്ഞിനെ ലാളിക്കണമെന്ന് വർഷയ്ക്കൊരു കുഞ്ഞിനെ കൊടുത്തു, എന്നിട്ട് ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ് വർഷ. ഇത് രണ്ടു തരം കണ്ടില്ലേ രേവതി? അതൊക്കെ ആലോചിക്കുമ്പോൾ അവൾക്ക് എങ്ങനെ അത് തോന്നുന്നു അല്ലേ? പക്ഷേ അവളുടെ കുഞ്ഞ് ജനിക്കട്ടെ, പക്ഷെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. പിന്നെ അവളുടെ കുഞ്ഞിനെ ഞാൻ നിലത്ത് വെക്കില്ല സച്ചിയേട്ടാ, ഇങ്ങനെ എൻ്റെ ഒക്കെ തൊടുത്തുകൊണ്ട് നടക്കും ഞാൻ, എന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. പിന്നെ കൊച്ചു നടക്കാൻ മറന്നു പോകും. നമ്മളുടെ ഒക്കത്തു നിന്നൊന്നും കൊച്ചു മാറില്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കമായെന്ന് നമ്മൾ കൊച്ചിനെ എടുത്തുകൊണ്ട് നടക്കൂലേ, അപ്പോൾ കൊച്ചു നടക്കാൻ മറന്നു പോകും സച്ചിയേട്ടാ എന്നൊക്കെ ഇങ്ങനെ പറയാ. ഇത് കഴിഞ്ഞപ്പോഴേക്ക് സച്ചിക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നുകയാണ്. പക്ഷേ സച്ചിയേട്ടാ, നമുക്കൊരു കുഞ്ഞുണ്ടായില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമാണെന്ന് പറയില്ലേ? അവൾക്ക് എന്തോ കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയുടെ അമ്മ എന്നെ കുറ്റപ്പെടുത്തില്ലേ? അതൊക്കെ ഉണ്ടാവും, അതൊന്നും നമ്മൾ വകവയ്ക്കാൻ നിൽക്കേണ്ട രേവതി, അതൊക്കെ അതിൻ്റെ വഴി രീതിയിൽ തന്നെ നടക്കും. പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം രേവതി, നീയേ ഇന്ന് വർഷയുടെ ഒപ്പം പോയി കിടന്നോ, അല്ലെങ്കിൽ ശരിയാവില്ല. ശ്രീകാന്ത് എൻ്റെ കൂടെ വന്ന് കിടക്കട്ടെ. വർഷയ്ക്ക് ഒരു മനസ്സമാധാനം ഇല്ലാത്ത രീതിയിലാണ്, അവളുടെ മുഖം അത്ര അങ്ങോട്ട് തെളിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നീ വർഷയുടെ ഒപ്പം പോയി കിടക്ക്, എപ്പോഴും നിൻ്റെ ഒരു കണ്ണ് വർഷയുടെ മേലെ തന്നെ ഉണ്ടാവണം. ശരി സച്ചിയേട്ടാ, സച്ചിയേട്ടൻ പറഞ്ഞ സത്യ, ഞാൻ വർഷയുടെ ഒപ്പം പോയി കിടക്കാം അല്ലേ? ശ്രീകാന്ത് ഇവിടെ വന്ന് കിടക്കട്ടെ. ശരിയോ സച്ചിയേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അവിടെ നിന്ന് എണീക്കുക. ഈ സമയം തന്നെ ശ്രീകാന്ത് ഉറങ്ങിയിട്ടില്ല, വർഷയും ഉറങ്ങിയിട്ടില്ല. വർഷയുടെ വയറിങ്ങനെ തടയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്രീകാന്ത്. അപ്പോൾ എന്താ വർഷേ, നിനക്ക് ഉറക്കം വരുന്നില്ലേ? എന്താ നീ ഉറങ്ങാത്തത്? ഉറക്കം വരാതെ പിന്നെ എങ്ങനെ കിടന്ന് ഉറങ്ങാനാ? നീ എന്താ ഉറങ്ങാത്തത് ശ്രീകാന്തേ? എന്താ കാര്യം? നീ ഇപ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരിക്കും അല്ലേ? നിനക്ക് ഈ കുഞ്ഞിനെ കിട്ടിയല്ലോ എന്നൊക്കെ ആലോചിച്ച് വളരെയേറെ സന്തോഷത്തിലായിരിക്കും അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുക. അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഡോറിലും മുട്ടുന്ന ശബ്ദം കേൾക്കുകയാണ്. ഇതാരാണ് ഈ സമയത്തെന്നും പറഞ്ഞുകൊണ്ട് വാലർ നോക്കി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിയാണ്. ഏട്ടത്തി കയറി വാ ഏട്ടത്തി, ഏട്ടത്തിൻ്റെ ഈ സമയത്തെന്ന് ചോദിച്ചപ്പോഴേക്കും അതെ, എനിക്കൊരു ആഗ്രഹം, ഇന്ന് എൻ്റെ അനിയത്തിയുടെ ഒപ്പം എനിക്ക് കിടക്കണമെന്ന്, വർഷയുടെ ഒപ്പേ. അപ്പം അതുകൊണ്ട് ഞാനിവിടെ കിടന്നോട്ടെ ശ്രീകാന്തേ, നിനക്ക് സച്ചിയുടെ ഒപ്പം പോയി കിടക്കാവോ? അതിനെന്താ ഏട്ടത്തി, ഞാൻ പോയി കിടന്നോളാം. വർഷേ, ഓക്കെ വർഷേ എന്ന് പറഞ്ഞുകൊണ്ട് തലേണെ പതപ്പ് എടുത്തുകൊണ്ട് നേരെ നമ്മുടെ ശ്രീകാന്ത് പോവുകയാണ്. അങ്ങനെ രേവതിയാണെങ്കിൽ നേരെ വർഷയുടെ അടുത്തേക്ക് വന്ന് കിടന്നു കഴിഞ്ഞിട്ട് എന്താ വർഷയ്ക്ക് ഉറക്കം വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ചേച്ചി, എനിക്ക് ഉറക്കം വരുന്നില്ല. എങ്കിലേ ഞാൻ തല ഓടിത്തരാം, അപ്പം നന്നായിട്ട് ഉറങ്ങും. ഒരു കാര്യവും ചിന്തിക്കണ്ട കേട്ടോ. പേടിയാണല്ലേ? പേടിയോ? എനിക്കെന്തിനാ പേടി? പ്രസവിക്കാൻ. അന്ന് നീ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ നിനക്ക് പ്രസവിക്കാൻ പേടിയാണെന്ന്. എന്തിനാ വർഷേ പ്രസവിക്കാൻ പേടി? അതിൻ്റെ കാര്യമൊന്നുമില്ല വർഷേ, നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട. വേറെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് സന്തോഷത്തോടെ നിനക്ക് ഇങ്ങനെ മാസങ്ങൾ കഴിയും തോറും നമ്മൾ അതിനോട് പൊരുത്തപ്പെടും. പിന്നെ നമുക്ക് മനസ്സിൽ ഒരു പേടിയും ഉണ്ടാവില്ല വർഷേ. നീ ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും പേടിക്കണ്ട എന്ന് പറയാ. വർഷം ഉറങ്ങാൻ വേണ്ടി ഒരു കഥ പറഞ്ഞു തരട്ടെ. എൻ്റെ അച്ഛൻ പറഞ്ഞു തന്ന കഥയാ. ആ കഥ കേട്ട് നീ ഉറങ്ങിക്കോ, അപ്പം നിനക്ക് ആശ്വാസമാകുമെന്ന് പറയാം. ആ സമയത്തും വർഷ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുമെന്ന് ഇനി എനിക്ക് സംശയമാണ്. പക്ഷേ എന്തായാലും ഞാൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടത്തിയെടുക്കും ഞാൻ. എനിക്ക് പറ്റില്ല ഇതിനൊന്നും എന്ന് വർഷയും ചിന്തിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സുധിയെ കാണിക്കുകയാണ്. സുധി ഇതേ സമയം തന്നെ ടെറസിൻ്റെ മുകളിലിരുന്ന് കുടിച്ചിട്ട് പറയാണ്, അവളെന്നെ ചതിച്ചിട്ടിട്ട് പോയി. എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഇല്ല. ഇപ്പം കണ്ടില്ലേ, ശ്രീകാന്തിൻ്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്നു. എൻ്റെ ഭാര്യ എന്നെ ചതിച്ചിട്ട് പോയത് കൊണ്ടല്ലേ എനിക്ക് ആ ഭാഗ്യം ഇല്ലാതിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു ശ്രീകൻ. ബൈ.